കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിക്ക് തുടർ വിദ്യാഭ്യാസ പദ്ധതിക്കായി 20.2 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്വയംഭരണം സാർ, എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. LHD കോംപ്ലക്സ് ഭൂമി വാങ്ങുന്നതിന് നിർമ്മാണത്തിനുമായി 3 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ മിഷൻ നോഡൽ ഏജൻസിയായി നടപ്പിലാക്കുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതിക്കും അതിൻ്റെ ഉപപദ്ധതികൾക്കുമായി സംസ്ഥാന വിഹിതമായി 56 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് 270 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് നിലവിലുള്ള വിഹിതം വർദ്ധിപ്പിച്ച് 29.32 കോടിയായി വകയിരുത്തുന്നു. കേരള സർക്കാരിൻ്റെ ഗവേണൻസ് പദ്ധതിക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ശുചിത്വ കേരളം പദ്ധതികൾക്ക് വിഹിതം 24-25 25 കോടി രൂപയിൽ നിന്ന് 30 കോടിയായി ഉയർത്തുന്നു. സർ, വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് വയനാട് പാക്കേജ്. 25-26 സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ 85 കോടി രൂപ ഈ പദ്ധതിക്ക് പ്രത്യേകമായി വകയിരുത്തുന്നു. സർ, സഹകരണ മേഖലയിൽ തൊഴിലധിഷ്ഠിത പരിപാടികൾ നടപ്പിലാക്കുന്ന വിവിധതരം സഹകരണ സംഘങ്ങൾക്ക് വായ്പ, ഓഹരി മൂലധനം, പ്രവർത്തന ഗ്രാന്റ്, സബ്സിഡി എന്നിവിടങ്ങളിലായി 21.72 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ സംഘങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി 7 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതിനായി 7.5 കോടി വകയിരുത്തുന്നു. സർ, വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് പ്രവർത്തന മൂലധനത്തിനും നവീകരണത്തിനുമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, റെപ്കോയുടെ നവീകരണം, പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും എന്ന മേഖലയ്ക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ അടങ്കൽ തുകയായി 609.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 21 കോടി രൂപ അധികമാണ്. സർ, വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾക്ക് 239.32 കോടി രൂപയും, ചെറുകിട ജലസേചനത്തിന് 190.96 കോടി രൂപയും, വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 178.07 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാട കനാലുകൾക്ക് നവീകരണത്തിനായി 14.1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇടമലയാർ ജലസേചന പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപയും, കരാപ്പുഴ ജലസേചന പദ്ധതിക്കായി 27 കോടി രൂപയും, കല്ലട ഇറിഗേഷൻ പദ്ധതികൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. കാവേരി നദിയുടെ പദ്ധതികൾക്കായി 77.22 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബാണാസുര സാഗർ പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ചെങ്ങളാർ പദ്ധതിയുടെ കീഴിലുള്ള പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സിംഗിളുടെയും ഭാഗമായ പട്ടിശ്ശേരി പദ്ധതിക്ക് 17 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിനായി 5 കോടി രൂപയും, ചിറ്റൂർ പുഴ ജലസേചന പദ്ധതിയുടെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടിയും വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിൻ്റെയും ശാഖാ കനാലിൻ്റെയും വിതരണ ശൃംഖലയുടെയും നവീകരണ പദ്ധതിക്ക് 13 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ പദ്ധതിക്ക് ടോക്കൺ പ്രൊവിഷനായി 1 കോടി രൂപ വെക്കുന്നു. വെള്ളപ്പൊക്ക പരിഹാരമായി തോട്ടപ്പള്ളി സ്പില്ലേ ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രവർത്തനത്തിന് 5 കോടി രൂപ വെക്കുന്നു. മീനച്ചിൽ നദീതടത്തിൽ പുതിയ പദ്ധതി കാർഷിക മേഖല വികസനത്തിന് സഹായമാകുന്ന ചെറിയ ഡാം നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. പാലാ മുനിസിപ്പാലിറ്റിയിലെ അരുണാപുരത്ത് 75 മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജോടുകൂടിയ ഡാം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ വകയിരുത്തുന്നു. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിനായി അരൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വേമ്പനാട് കായലിൻ്റെ ഭാഗങ്ങൾ ആഴം കൂട്ടുന്നതിന് മണ്ണ് നീക്കാൻ അനുമതി നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം 192.46 കോടി രൂപ ഇതിനായി വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 27.68 കോടി രൂപ അധികമാണ്. സർ, സംസ്ഥാന ഭൂഗർഭ ജല ലഭ്യത ഉറപ്പാക്കുന്നതിന് വികസനത്തിനാവശ്യമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതിക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. പുതിയ സൂക്ഷ്മ ജലസേചന പദ്ധതിക്കായി 30.6 കോടിയും, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 17 കോടിയും, ചെറുകിട ജലസേചനം ക്ലാസ് 1 പദ്ധതിക്ക് 71.1 കോടി രൂപയും, ക്ലാസ് 2 ചെറുകിട ജലസേചന പദ്ധതിക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാടിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള പ്രവൃത്തികൾക്ക് 57 കോടി രൂപ, ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ തീരസംരക്ഷണ പദ്ധതികൾക്കായിട്ട് 15 കോടിയും വകയിരുത്തുന്നു. സർ, ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1306.238 മെഗാവാട്ടിൻ്റെ വർധനയുണ്ടായി. ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ വഴി
148.55 മെഗാവാട്ടും സൗരോർജ്ജ നിലയങ്ങൾ വഴി 1157.688 മെഗാവാട്ടുമാണ് വർദ്ധിച്ചത്. 40 മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണവും പൂർത്തിയായി. KSEB മുഖേന സൗര പദ്ധതിയിലൂടെ 49,509 പുരപ്പുറങ്ങളിലായി 229.528 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ പൂർത്തിയായി. ഊർജ്ജ മേഖലയ്ക്കായി ആകെ 1156.76 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് പമ്പ്ഡ് ആൻഡ് സ്റ്റോറേജ് പദ്ധതികൾ വിപുലമായി സമയബന്ധിതമായി നടപ്പിലാക്കും. ഇതിനായി ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ 100 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 2025-26 KSEBക്കായി 1088.8 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചന വകുപ്പിൻ്റെ പഴശ്ശി ഇറിഗേഷൻ ബാരേജിൽ നടപ്പിലാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ, മാരിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കായി 2 കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുത പദ്ധതികൾക്കായി 12 കോടിയും വകയിരുത്തുന്നു. സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും. പ്രസരണ ശൃംഖലകൾക്കായി 370 കോടി രൂപ വകയിരുത്തുന്നു. ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദ്യുതി പദ്ധതിക്ക് 430 കോടി രൂപ വകയിരുത്തുന്നു. സർ, പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BES. സംസ്ഥാനത്തിന് അനുവദിച്ച 500 മെഗാവാട്ട് BES കാസർഗോഡ് മൈലാട്ടിയിൽ 2026 പ്രവർത്തനം ആരംഭിക്കും. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രത്യേകമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് 41.22 കോടി വകയിരുത്തുന്നു. അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യേകത ഊർജ്ജ മേഖലയ്ക്ക് 67.96 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടികൾക്കായി 31.50 കോടി രൂപ വകയിരുത്തുന്നു. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ KSEBയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവലപ്പർ പെർമിറ്റ് ഈ ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സംരംഭ സഹായ പദ്ധതിയിലൂടെ സബ്സിഡി ഇനത്തിൽ 165 കോടി രൂപ 3193 സംരംഭകർക്ക് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വ്യവസായ മേഖലയ്ക്കാകെ 2025-26 1831.36 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട വ്യവസായത്തിന് 254.93 കോടി, എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 18 കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് 10 കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങളും വികസിപ്പിക്കുന്നതിന് 7.4 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തിൻ്റെ മരുന്നുൽപ്പാദന രംഗത്ത് പ്രധാന പങ്കുവഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ആലപ്പുഴ KSDPയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. യോഗ്യരായ സംരംഭകർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണകൾ നൽകുന്നതിനുള്ള സംരംഭക സഹായ പദ്ധതിക്കായിട്ട് 80 കോടി രൂപ വകയിരുത്തുന്നു. നാനോ സംരംഭങ്ങൾക്ക് 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി 48.01 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്റ്റിന് ആയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ മേഖലയുടെ വികസനത്തിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. കരകൗശല മേഖലയ്ക്ക് 4.11 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ആറന്മുള കണ്ണാടി, കഥകളി രൂപം, തെയ്യം തുടങ്ങി കേരളത്തിൻ്റെ സവിശേഷമായ മുദ്രകൾ പേറുന്ന ടൂറിസം സുവനീറുകൾ, വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ 25 ലക്ഷം രൂപ അനുവദിക്കുന്നു. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് 56.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ് ഹാൻവീവ് എന്നിവയ്ക്കുള്ള സർക്കാർ വിഹിതമായ 5.3 കോടിയും ഹാൻഡെക്സ് ഹാൻവീവ് എന്നിവയ്ക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള 450 കോടി രൂപയും ഉൾപ്പെടെ ഉള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി. സർ, കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഹാൻഡെക്സിൻ്റെ പുനരുജ്ജീവനത്തിനായി 20 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു.